എങ്ങനെയായിരിക്കും മന്ത്രിസഭ എന്നുകൂടി നോക്കാം. ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടികളിൽ നിന്ന് ആളുകൾ വരാൻ സാധ്യതയാണ്. എന്താ ഈ ചിത്രത്തിൽ കാണുമ്പോൾ കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്ന് കെ മുരളീധരനാണ്. അടുത്തത് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫാണ്. തൊട്ട് താഴേക്ക് വന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കറിയാം, നേരത്തെയും അദ്ദേഹം പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിട്ടുള്ള ആളാണ്. PC വിഷ്ണുനാഥ് ഒരു യുവമുഖം എന്ന നിലയ്ക്ക് മന്ത്രിസ്ഥാനത്തേക്ക് ആദ്യമായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ആളാണ് PC വിഷ്ണുനാഥ്. ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ ഒരു വനിതാ പ്രതിനിധി എന്ന നിലയ്ക്ക് കോൺഗ്രസിൽ നിന്നും ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അടുത്ത ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ AP അനിൽകുമാർ, ഒപ്പം തന്നെ M ലിജു. നമുക്കറിയാം M ലിജു വളരെ വൈകാരികമായി തന്നെ അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഇടയിൽ പ്രചാരണ വേളയിൽ നേരിട്ട ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ കളയുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മറികടന്ന് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായ ആളാണ് VT ബൽറാം. പ്രധാനപ്പെട്ട സൈബർ പോരാട്ടത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന ഒരാൾ കൂടിയാണ് VT ബൽറാം. T സിദ്ദിഖ് അദ്ദേഹം നടത്തിയ വയനാട്ടിലടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചാണ്ടി ഉമ്മൻ ഏറ്റവും വമ്പൻ ഭൂരിപക്ഷം, നേരത്തെ സൂചിപ്പിച്ചാൽ ഒരു പോസ്റ്റർ മുട്ടിക്കാതെ 52,000 ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ്. സൈക്കിൾ ചവിട്ടി മാത്രം പ്രചാരണം നടത്തിയ ആളാണ് ചാണ്ടി ഉമ്മനും ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. N ശക്തൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ജയിച്ചെത്തിയ ആളാണ്. മാത്യു കുഴൽനാടൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയ ആളാണ് മാത്യു കുഴൽനാടൻ. ആ പരിഗണന ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയേക്കാം. M വിൻസെന്റ് കോവളത്ത് നിന്ന് എത്തി. K ജയന്ത് കോൺഗ്രസിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുള്ളവരാണ്. ബിന്ദു കൃഷ്ണ മറ്റൊരു വനിതാ മന്ത്രി എന്ന നിലയ്ക്ക് ബിന്ദു കൃഷ്ണയെ പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ ശക്തമാണ്. ഇതൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന് വരാൻ അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ചിലരും പ്രവേശനം ചെയ്തേക്കാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നോക്കിയാൽ P കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. M ഷംസുദ്ദീൻ, ഒപ്പം തന്നെ PK ബഷീർ എപ്പോഴും സഭയിൽ തന്നെ വളരെ ശക്തമായ ശബ്ദത്തിൽ അന്ന് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാറുള്ള MLA ആയിരുന്നു. ഇത്തവണ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. മഞ്ഞളാംകുഴി അലി തീർച്ചയായും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. KM ഷാജി യൂത്ത് ലീഗിൻ്റെ ഒരു തീപ്പൊരി നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹവും മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതകളാണ്. ഇതാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒരു സാധ്യതാ പട്ടിക. പിന്നെ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ ടേം വ്യവസ്ഥയിൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നൽകിയേക്കും എന്നതാണ്